പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരുകൈയും നീട്ടി വാങ്ങുന്നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ സ്വന്തവേദനയതെല്ലാം മറന്ന സോദരർക്കായി നീക്കിവച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പാടുന്നവൻ ദൈവത്തോട് 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു എന്ന വിശുദ്ധ അഗസ്തീനോസിൻ്റെ വാക്കുകളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് എല്ലാ ശാലോം TV പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവത്തെ ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തുവാനായി ദൈവം ഒരുപാട് താലന്തുകളുമായാണ് നമ്മെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. ഈ താലന്തുകൾ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനായി നാം ഉപയോഗിക്കുമ്പോൾ സ്വർഗം എത്രമാത്രം സന്തോഷിക്കുന്നു. ലോകത്തേക്കാളുപരി ദൈവത്തെ സ്നേഹിക്കുന്ന കുവൈറ്റ് നേഴ്സസ് മിനിസ്ട്രിയിലെ ടോജോയെ നാം പരിചയപ്പെടുമ്പോൾ ടോജോയിലുള്ള ദൈവത്തിൻ്റെ കൃപാ വരങ്ങളുടെ സമൃദ്ധി നമ്മൾ ഓരോരുത്തരിലേക്കും പകരപ്പെടട്ടെ.
ഈ സ്നേഹം മാറുകില്ല, യേശു മാറുകില്ല. ഈ സ്നേഹം മാറുകില്ല, യേശു മാറുകില്ല. സങ്കീർത്തനം 52:9. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നും അവിടത്തേക്ക് നന്ദി പറയും. ഹല്ലേലൂയ. മനോജേട്ടൻ പറഞ്ഞതുപോലെ എൻ്റെ പേര് ടോജോ. ഞാൻ കുവൈറ്റിൽ സൈക്കാട്രി നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. 2011 ഞാൻ കുവൈറ്റിലെത്തിയത്. ജീവിത പങ്കാളിയും 3 മക്കളുമുണ്ട്. നാട്ടിൽ കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠാപുരം ഇൻഫൻറ്റ് ജീസസ് ചർച്ച് ഇടവാങ്ങുമാണ്. നാട്ടിൽ പപ്പായും മമ്മിയും പിന്നെ എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനുണ്ട്. അദ്ദേഹം കുടുംബത്തോടുകൂടി ന്യൂസിലൻഡിൽ സെറ്റിൽഡാണ്. നേഴ്സസ് മിനിസ്ട്രിയിൽ ഞാൻ മ്യൂസിക് മിനിസ്ട്രിയിൽ ശുശ്രൂഷ ചെയ്യുന്നു. ടോജോയുടെ ചെറുപ്പകാലത്തുള്ള ദൈവാനുഭവങ്ങളൊക്കെ ഒന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും മനോജേട്ടാ, ഞാൻ എപ്പോഴും ഓർക്കുന്നു, ചെറുപ്പത്തിൽ പള്ളിയോടും ദൈവിക ശുശ്രൂഷയോടും ചേർന്നായിരുന്നു എൻ്റെ ജീവിതം. പ്രത്യേകിച്ച് പള്ളിയിൽ കുർബാനയ്ക്ക് കൂടുവാനും പള്ളി കൊയറിൽ പാട്ട് പാടുവാനും പിന്നെ അവധി ദിവസമൊക്കെ കിട്ടിയാൽ പള്ളിയിലേക്ക് ഒറ്റ ഓട്ടമാണ്. ചോറുണ്ണാൻ പോലും വീട്ടിലോട്ട് വരുകയില്ല. അവിടുന്ന് എന്തെങ്കിലും പേരയ്ക്കായോ അതും ഇതൊക്കെ കഴിച്ച് ഞങ്ങളവിടെ കളിച്ച് കൊയറിൻ്റെ പ്രാക്ടീസ്, കലോത്സവത്തിൻ്റെ പ്രാക്ടീസുകൾ, അങ്ങനെയായിരുന്നു എൻ്റെ ചെറുപ്പത്തിലെ ജീവിതം. പിന്നെ കുടുംബത്തിലാണെങ്കിലും 6:45 കൃത്യം ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുമായിരുന്നു. വല്യപ്പച്ചനും വല്യമ്മച്ചിയും പിന്നെ പപ്പാടെ വയ്യാത്തൊരു പെങ്ങളും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പപ്പായും മമ്മിയും ഞാനും ചേട്ടനും ഒന്നിച്ചിരുന്ന് ജപമാലയൊക്കെ ചൊല്ലി. അതുകൂടാതെ പപ്പാടെ ചേട്ടന്മാർ 2 പേര് അച്ഛന്മാരുണ്ട്, ഒരു സിസ്റ്ററുണ്ട്. ഇവരുടെയൊക്കെ അനുഗ്രഹവും ഒക്കെ മേടിച്ചുകൊണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിലുള്ള ജീവിതം. കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുകയും ഒരുപാട് സമ്മാനങ്ങളൊക്കെ ലഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു കൂട്ടുകുടുംബം പോലെയുള്ള ഒരു കുടുംബമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും മനോജേട്ടാ, സ്നേഹത്തോടു കൂടി അങ്ങനെ ശരിക്കും ഒരു സ്നേഹം നിറഞ്ഞൊരു അനുഭവമായിരുന്നു ചെറുപ്പത്തിലുള്ളത്. ടോജോയുടെ സ്കൂൾ ജീവിതമൊക്കെ അങ്ങനെ സന്തോഷപ്രദമായിട്ട് പോയി. പിന്നീട് കോളേജ് ജീവിതം പിന്നെ നഴ്സിംഗ് ഒക്കെ എവിടെയായിരുന്നു പഠിച്ചിരുന്നപ്പോൾ? മനോജേട്ടാ, ഞാൻ നഴ്സിംഗ് ബാംഗ്ലൂരാണ് പഠിച്ചത്. നഴ്സിംഗ് പഠിക്കാനായിട്ട് 2001 ജോയിൻ ചെയ്തു. അവിടുന്ന് തൊട്ട് എനിക്ക് ദൈവത്തെക്കാൾ ഉപരി ലോകത്തോടുള്ളൊരു സ്നേഹം പതുക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. യൂത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് കടക്കാൻ തുടങ്ങി. അതായിരിക്കാം. പിന്നെ കൂട്ടുകെട്ടുകളിലും ഒക്കെ ആയിട്ട് പിന്നെ ദൈവസ്നേഹത്തെക്കാൾ ഉപരി ലോകത്തിൻ്റെ ഒരു സ്നേഹത്തിലേക്ക് ഞാൻ നീങ്ങി. മദ്യപാനവും പുകവലിയും എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ട് വന്നു. വിശുദ്ധ കുർബാനയും സന്ധ്യാപ്രാർത്ഥനയും ഒരു യാന്ത്രികമായ അവസ്ഥയായിട്ട് എൻ്റെ ജീവിതത്തിൽ മാറി. ശരിയാണ് ടോജോ, ആ ഒരു പ്രായം എന്ന് പറയുന്നത് ഒരുപാട് യുവജനങ്ങൾ വഴിതെറ്റിപ്പോകുന്നൊരു സാഹചര്യമാണ്. നേഴ്സിംഗ് പഠനമൊക്കെ കഴിഞ്ഞ് ഈ കുവൈറ്റിലേക്ക് എങ്ങനെയാണ് ടോജോ എത്തപ്പെട്ടത്? മനോജേട്ടാ, ഞാൻ 2011 കുവൈറ്റിൽ എത്തുന്നത്. അതിനു മുന്നേ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാൻ, ഒരുപാട് രാജ്യങ്ങളിലേക്ക് പോകാനൊക്കെ ശ്രമിച്ചു. എങ്കിലും തടസ്സങ്ങളായിരുന്നു. ഇറ്റലിക്ക് പോകാനായിട്ട് എനിക്ക് വിസ വന്നു, മെഡിക്കൽ ചെയ്തു, എനിക്ക് പോകാൻ സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി. ടോജോ കുവൈറ്റിൽ 2011 എത്തിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ടോജോയുടെ വിശ്വാസ ജീവിതത്തിന് എങ്ങനെയാണ് മാറ്റങ്ങളൊക്കെ ഉണ്ടായത്? ഇവിടെ വന്നിട്ടും പള്ളിയിലൊക്കെ പോകുമായിരുന്നു. ഒരു ദിവസമാണെങ്കിൽ സിറ്റി കത്തീഡ്രൽ പള്ളിയിൽ പോയി. അപ്പോൾ അവിടെ കൊയർ മെമ്പേഴ്സൊക്കെ ആ ക്യാബിനിൽ നിന്ന് പാടുന്ന കണ്ടപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം തോന്നി. ഒരിക്കലെങ്കിലും അവിടെ നിന്ന് പാടാൻ ദൈവം ഒരു അവസരം തന്നിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു. പിന്നെ മനോജേട്ടാ, ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഒരു സഹപ്രവർത്തകൻ വഴിയാണ് ദൈവാനുഭവം കൂടുതലായിട്ട് എന്നിലേക്ക് അടുത്തത്. അദ്ദേഹം ഡ്യൂട്ടിക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഒന്നിച്ചു പോകുവാൻ, അദ്ദേഹത്തിൻ്റെ കാറിൽ ഒന്നിച്ചു പോകാനായിട്ട് എന്നെ ക്ഷണിച്ചു. മനസ്സോടെ ഞാൻ വണ്ടിയിലൊക്കെ കയറി അദ്ദേഹം ജപമാലയും കരുണക്കൊന്തയും സ്തുതിപ്പും ഒക്കെ ആയിട്ടാണ് എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് വരികയും ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമൊക്കെ ഒരു നീരസമായിട്ട് തോന്നിയെങ്കിലും പതുക്കെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് വീണ്ടും ഞാൻ അടുക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. പ്രത്യേകിച്ച് ഞാൻ സൈക്കാട്രി ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുന്നേ പ്രാർത്ഥിച്ചൊരുങ്ങിയായിരുന്നു ഡ്യൂട്ടിക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ആരോഗ്യം കൊണ്ടോ കഴിവുകൾ കൊണ്ടോ അവിടെ ജോലി ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ വലിയൊരു കൃപ നമുക്ക് വേണം. അപ്പോൾ അതൊക്കെ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു. അതൊക്കെ എന്നിൽ ഒരുപാട് വലിയ അത്ഭുതങ്ങൾ ഉളവാക്കി. ഞാനും അതുപോലെയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു വ്യക്തിയിലൂടെ ഈശോയുടെ സ്നേഹം കൂടുതലായിട്ട് അനുഭവിച്ചറിയാനായിട്ട് ടോജോയ്ക്ക് സാധിച്ചു അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ പാടുവാനുള്ള എൻ്റെ കഴിവ് മനസ്സിലാക്കിയ അദ്ദേഹം കൊച്ചു കൂട്ടായ്മയിലേക്കൊക്കെ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ പാട്ടുകളൊക്കെ പാടാനായിട്ട് ഞാൻ തുടങ്ങി.
അതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളിയും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഞാൻ പാട്ട് പാടണമെന്നൊക്കെ. അതിനുവേണ്ടി അവൾ ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ മനോജേട്ടൻ 2014 നമുക്ക് കുവൈറ്റിൽ, മനോജേട്ടൻ ഓർക്കുന്നുണ്ടാവും, ഒരു ഗ്രേറ്റ് കോൾ എന്ന് പറഞ്ഞ വലിയ കൺവെൻഷൻ, 12,000 പേര് പങ്കെടുത്ത ഒരു വലിയ കൺവെൻഷൻ. അന്ന് എനിക്ക് ദൈവകൃപയാൽ ആ പാട്ട് പാടാനായിട്ട് അവസരം കിട്ടി. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വലിയ വചനപ്രഘോഷകനായിരുന്നു ആ ശുശ്രൂഷ ലീഡ് ചെയ്തിരുന്നത്. ചേട്ടായിക്ക് അറിയാമല്ലോ, 12,000 പേര് പങ്കെടുത്തൊരു വലിയ കൺവെൻഷനായിരുന്നു അത്. ഞാൻ ഓർക്കുന്നുണ്ട് ടോജോ. അത് അന്നാണ് ഞാനും ടോജോയുടെ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു പാട്ട് കേൾക്കുന്നത്. ശരിക്കും അനോയിൻറ്റിങ് ആണ്, ശരിക്കും നന്നായിട്ടും അഭിഷേകമുള്ളൊരു ശുശ്രൂഷയായിരുന്നത്. ദൈവത്തിന് നന്ദി. ശുശ്രൂഷ തുടങ്ങുന്നതിന് മുന്നേ അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു വലിയൊരു ദൈവാനുഭവം എന്നിലേക്ക് നിറഞ്ഞു. എനിക്കൊന്നും കാണാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായി. വലിയ പ്രകാശം എന്നിൽ വന്ന് നിറഞ്ഞു. ശുശ്രൂഷ അവസാനിക്കുന്നത് വരെ അൾത്താരയിൽ ആ ലൈറ്റ്, ആ വലിയ പ്രകാശമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അഭിഷേകത്തോടുകൂടി ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് സാധിച്ചു. ദൈവാനുഭവം എന്നിൽ നിറയാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ പതുക്കെ ക്രിസ്തു എൻ്റെ ഒരു ലഹരിയായിട്ട് മാറി. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നേഴ്സസ് മിനിസ്ട്രിയിലൂടെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് പാട്ടുകൾ പാടുവാനായിട്ട് ദൈവം കൃപ തന്നു. അപ്പോൾ നമ്മുടെ കുവൈറ്റിലുള്ള 4 പാരീഷിലും പോയി ഗാനങ്ങൾ ആലപിക്കുവാനും ശുശ്രൂഷകൾ ലീഡ് ചെയ്യുവാനും ഒക്കെ തമ്പുരാൻ കൃപ തന്നു. ഈശോയെ സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ ഈശോ കൂടുതലായിട്ട് ടോജോയെ സ്നേഹിക്കാൻ തുടങ്ങി. അങ്ങനെ ഈശോ ചെറിയ ചെറിയ സഹനങ്ങളൊക്കെ തന്ന് കൃപയാക്കി മാറ്റാനായിട്ട് സാധിച്ചു അല്ലേ? ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായും. വിലാപങ്ങളുടെ പുസ്തകം 3:22 നാം ഇപ്രകാരം കാണുന്നു: കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല. ചെറിയ ചെറിയ സഹനങ്ങളിലൂടെയും കഷ്ടതകളിലൂടെയും കടന്നു പോകുമ്പോഴാണ് ദൈവത്തിലേക്ക് നാം കൂടുതലായിട്ട് അടുക്കുന്നത്. 2023 ജൂൺ 5 എനിക്ക് അതികഠിനമായ നടുവേദന അനുഭവപ്പെടുകയുണ്ടായി. അങ്ങനെ എൻ്റെ കൂടെ കീബോർഡ് വായിക്കുന്ന ചേച്ചി പറഞ്ഞു, നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കാം, നല്ല വേദനയുണ്ടല്ലോ. അപ്പോൾ ചേച്ചി സ്കാൻ ചെയ്യാനുള്ള അപ്പോയിൻമെൻറ്റൊക്കെ റെഡിയാക്കി തന്നു. ഞാൻ സ്കാൻ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നു. സ്കാനിങ് ചെയ്തു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഒന്ന് അൾട്രാസൗണ്ട് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം സ്പൈനൽ കോഡും നെക്കും കൂടെയാണ്, കഴുത്തും കൂടെ ചേർന്നുള്ള സ്കാനിങ്ങിനാണ് അപ്പോയിൻമെൻറ്റ് എടുത്തിരുന്നത്. അങ്ങനെ തൊണ്ടയുടെ സ്കാൻ ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഞാൻ ആ തൊണ്ടയുടെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ അപ്പോയിൻമെൻറ്റ് എടുക്കണമല്ലോ, അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടി അവിടെ ചെന്നു. അപ്പോൾ അവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നേരെ മുമ്പിൽ അറിയുന്ന ഒരു സിസ്റ്ററായിരുന്നു. ആ സിസ്റ്ററിനെ വിളിച്ചു, ബ്രദർ എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്കാനിങ് ചെയ്യണം. വാ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോയി. കുറേ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഇതിന് മുന്നേ ചെയ്യേണ്ടതുണ്ട്. അതിശയമെന്ന് പറയട്ടെ മനോജേട്ടാ, നമ്മുടെ അവിടുത്തെ ഹെഡ് നേഴ്സാണ് ഇതിനെല്ലാം ഈ ബ്ലഡ് ടെസ്റ്റുകൾക്കൊക്കെ സ്റ്റാമ്പ് മേടിക്കാനും ഒക്കെ ആയിട്ട് എൻ്റെ കൂടെ വന്നത്. അപ്പോൾ അതേ ദിവസം തന്നെ തൊണ്ടയുടെ അൾട്രാസൗണ്ട് ചെയ്യാനായിട്ടുള്ള അവസരവും ദൈവം എനിക്ക് ഒരുക്കി തന്നു. അൾട്രാസൗണ്ട് ചെയ്യാനായി മുറിയിൽ കയറിയപ്പോൾ അവിടെയും അറിയുന്ന ഒരു നേഴ്സാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാനത് സ്കാനിങ് ചെയ്യാൻ വേണ്ടി കിടന്നു. തൊണ്ടയിൽ ലിഡ് വെച്ചിട്ട് ഡോക്ടർ ആ സിസ്റ്ററിനോട് പറയുന്നത് കേട്ടു, ഒന്ന് ബയോപ്സി ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം എൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് 3-ലധികം മുഴകൾ ഉണ്ടായിരുന്നെന്ന് ഡോക്ടർ പറഞ്ഞു. അതിൽ റൈറ്റ് സൈഡിലെ മുഴയ്ക്ക് അസ്വാഭാവികത ഉണ്ടായിരുന്നെന്നും അതുകൊണ്ട് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ബയോപ്സി ചെയ്യണമെന്നും ഡോക്ടർ ആവശ്യപ്പെട്ടു. അങ്ങനെ എന്നോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. റിസൾട്ട് ഇപ്പോൾ തന്നെ പ്രിൻ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ റിസൾട്ട് കാത്ത് ഞാൻ പുറത്തിരുന്നപ്പം എൻ്റെ ഉള്ളിലേക്ക് ഈശോ ഈ പാട്ട് തന്നു. ഹൃദയം തകർന്നിടുമ്പോൾ യേശു സമീപസ്ഥൻ, മനസ്സു നുറുങ്ങിടുമ്പോൾ യേശു ആശ്വാസം, അസാധ്യമെന്നു കരുതിയിടുമ്പോൾ യേശു രക്ഷാകരം, യേശുവെന്നും ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. റിസൾട്ട് എനിക്ക് സിസ്റ്റർ കൊണ്ട് തന്നു. ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. നമ്മുടെ നേഴ്സസ് മിനിസ്ട്രി കുടുംബത്തിൽ പ്രയർ റിക്വസ്റ്റൊക്കെ ഇട്ടു. ഇൻ്റർസെഷൻ മിനിസ്ട്രിയിലൂടെ ഇപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് നേഴ്സുമാർ ചങ്ക് പൊട്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. കംപ്ലീറ്റ് വോയിസ് റെസ്റ്റാണ് എനിക്ക് പറഞ്ഞത്. എങ്കിലും ഞാൻ പള്ളിയിൽ പോവുകയും പാട്ട് പാടാനും ഒക്കെ വീണ്ടും തുടങ്ങി. മനോജേട്ടാ, ചിലരൊക്കെ ചോദിക്കുമായിരിക്കും എന്തിനാണ് കൂട്ടായ്മയിൽ വന്ന് പ്രാർത്ഥിക്കുന്നതെന്ന്.
അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ ഒരു വിറക് വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു നാളമായിട്ട് അത് പെട്ടെന്ന് അണഞ്ഞു പോകും. അതേസമയം ഒന്നിലധികം വിറക് വെച്ച് കത്തിക്കുമ്പോൾ അത് വലിയ ഒരു അഗ്നിയായിട്ട് പടരും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തി വലുതായിരിക്കും. ദൈവം ആ പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കും. അങ്ങനെ എനിക്ക് വോയിസ് റെസ്റ്റ് പറഞ്ഞു. ജൂൺ 17-ാം തീയതി എനിക്ക് പള്ളിയിൽ പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഷെഡ്യൂളുണ്ടായിരുന്നു. ഞാൻ പാട്ട് പാടാനായിട്ട് പള്ളിയിൽ പോയി. അവിടെ വിശുദ്ധ കുർബാന സമയത്ത് ഞാൻ മുട്ടുകുത്തി നിൽക്കുമ്പോൾ എന്നോട് ആരോ പറയുന്നത് പോലെ തോന്നി, അലിഞ്ഞു പോകുന്നതിനെ ഓർത്ത് നീ ആകുലപ്പെടണ്ടാന്ന്. അത് പെട്ടെന്ന് എന്നെ സ്ട്രൈക്ക് ചെയ്തു. ഇതേ കാര്യം തന്നെയാണ് നമുക്ക് ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ഫുൾ ടൈമറായിട്ടുള്ള ബ്രദർമാർ എന്നോട് പറഞ്ഞതും. ഇത് അലിഞ്ഞു പോകുന്നതാണ്, നീ ഇതിനെക്കുറിച്ച് വിഷമിക്കേണ്ട, നിന്നെ സാക്ഷിയാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇത് നിനക്ക് തന്നതെന്ന്. അപ്പോൾ സെൻറ്റ് ബ്ലൈസ് എന്ന് പറഞ്ഞ വിശുദ്ധനെക്കുറിച്ച് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. സകല തൊണ്ടരോഗങ്ങളുടെയും മധ്യസ്ഥനാണ് സെൻറ്റ് ബ്ലൈസ്. സെൻറ്റ് ബ്ലൈസ് എനിക്ക് വേണ്ടി ഈശോയോട് നേരിട്ട് മധ്യസ്ഥം അപേക്ഷിക്കുമായിരുന്നെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. വിശുദ്ധ കുർബാന കഴിഞ്ഞ് അച്ഛനെ കാണാൻ വേണ്ടി പോയപ്പം അച്ഛനും എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഈ കുർബാന ചൊല്ലിയപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായി, നിൻ്റെ ആ തൊണ്ടയിലെ മുഴ അലിഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് അനുഭവം ഉണ്ടായെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പം ഞങ്ങളുടെ മനോജേട്ടൻ അറിയാം, ചേട്ടൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ സർവീസ് ടീം അംഗങ്ങളെല്ലാവരും എൻ്റെ വീട്ടിൽ വന്നത്. നിങ്ങളെല്ലാവരും വന്ന് ഫാസ്റ്റിംഗ് എടുത്താണ് വന്നതെന്ന് എനിക്കറിയായിരുന്നു. വന്ന് നമ്മൾ ഒന്നിച്ച് ജപമാല ചൊല്ലി വചനമെടുത്ത് പ്രാർത്ഥിച്ചു. അതൊക്കെ എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു, വലിയൊരു സന്തോഷമായിരുന്നു. കാരണം എൻ്റെ കഷ്ടതയിൽ നിങ്ങളെല്ലാവരും എൻ്റെ നേഴ്സസ് മിനിസ്ട്രി കൂടുമ്പം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഓർത്തപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. കാരണം ചേട്ടായിക്ക് അറിയാമല്ലോ, ദൈവത്തിന് വേണ്ടി പാട്ടുകൾ പാടാൻ തുടങ്ങിയിട്ട് അധികം നാളായില്ല. പെട്ടെന്ന് തന്നെ എനിക്ക് പ്രത്യേകിച്ച് പരാതികളൊന്നുമില്ലായിരുന്നു. എങ്കിലും ഈ മുഴയുണ്ടെന്ന് കേട്ടപ്പം ബയോപ്സി ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഈ പാട്ടുകളൊക്കെ നിന്നു പോവുമോ, സ്തുതിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. അതുപോലെ തന്നെ ഡോക്ടർ ചോദിക്കുമ്പോഴാണ് ഓരോ രോഗലക്ഷണങ്ങൾ എനിക്ക് മനസ്സിലാകുന്നത്. കുറേ നാളുകളായിട്ട് എനിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു, ഉറക്കത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു, സ്തുതിക്കുമ്പോഴൊക്കെ സൗണ്ട് പോയിട്ട് ചുമ വരികയായിരുന്നു, പാട്ട് പാടാൻ പറ്റുന്നില്ലായിരുന്നു. എൻ്റെ കൂടെ പാടുന്ന ചേച്ചിമാർക്കൊക്കെ അത് അറിയായിരുന്നു. അതുപോലെ തന്നെ ഒരു ദിവസം രാവിലെ എണ്ണീറ്റപ്പം തൊണ്ടയിൽ നിന്ന് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഡോക്ടർ ചോദിക്കുമ്പോഴാണ് എനിക്ക് ആ രോഗലക്ഷണങ്ങൾ മനസ്സിലാകുന്നത്. അങ്ങനെ നിങ്ങളെല്ലാവരും ആ വീട്ടിൽ വന്നു, എൻ്റെ വീട്ടിൽ വന്ന് ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിത പങ്കാളി പോലും അന്നേരമാണ് അറിയുന്നത് എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവളോർത്ത് മീറ്റിംഗ് ആണെന്നാണ് ഓർത്തത്. പെട്ടെന്ന് അവൾ ചായ ഉണ്ടാക്കാനും സ്നാക്സ് മേടിക്കാനും ഒക്കെയുള്ള തിരക്കിലായിട്ട് അവൾ പോയി. പിന്നീട് നമ്മൾ പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത്. അന്ന് വൈകുന്നേരം എനിക്ക് എൻ്റെ മനസ്സിലേക്കൊരു ബോധ്യം വന്നു, ഒരിക്കൽ കൂടി ഇത് സ്കാൻ ചെയ്യണം. പിറ്റേ ദിവസം എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴും കരുണക്കൊന്ത ചൊല്ലി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ചിന്ത വന്നു, ഒന്നും കൂടി ഒന്ന് സ്കാൻ ചെയ്യണം, റീസ്കാൻ ചെയ്യണം. അങ്ങനെ കുവൈറ്റിലുള്ള ഒരു പ്രഗത്ഭനായ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അദ്ദേഹം എൻ്റെ തൊണ്ടയിൽ ലിഡ് വെച്ചു. എന്നിട്ട് ചോദിച്ചു, നീ പറഞ്ഞ മുഴകളൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ അമർത്തി നോക്ക്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു റിസൾട്ട് കാണിക്കാൻ പറഞ്ഞു. എൻ്റെ കയ്യിലിരുന്ന റിസൾട്ട് ഞാൻ അദ്ദേഹത്തെ കാണിച്ചു. അദ്ദേഹം എന്നോട് സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, അവിടെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, എന്തോ ബ്ലാക്ക് കറുത്ത എന്തോ പാടുകൾ അവിടെ കാണാം, നീ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ചു, പാടി ആരാധിച്ചു, വചനമെടുത്ത് പ്രാർത്ഥിച്ചു, കൂട്ടായ്മയുടെ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ചിലപ്പോൾ നിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ട് നിന്നെ സുഖപ്പെടുത്തിയതായിരിക്കാം. ആമേൻ. അപ്പോൾ ഞാൻ ഡോക്ടറോടും പറഞ്ഞു, അങ്ങനെ തന്നെ ആയിരിക്കും, എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്തിയതായിരിക്കും. എന്നിട്ട് എനിക്ക് സംശയം. ഞാൻ ഡോക്ടറോട് പറഞ്ഞു അമർത്തി നോക്കാൻ പറഞ്ഞു. ഡോക്ടർ വീണ്ടും നോക്കി, ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ മൗനം പാലിക്കാതെ കർത്താവിനെ പാടി സ്തുതിക്കും. ലൂക്കാ സുവിശേഷം 18:27 നാം കാണുന്നുണ്ട്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലൂക്കാ 1:49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. വിശുദ്ധ കുർബാനയിലൂടെ, മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ, കൂട്ടായ്മയുടെ പ്രാർത്ഥന ശക്തിയിലൂടെ എന്നെ സുഖപ്പെടുത്തിയ എൻ്റെ നല്ലവനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരുമില്ല, യേശുവേ പോലെ കരുതാൻ ആരുമില്ല, യേശുവേ പോലെ യോഗ്യനാൻ ആരുമില്ല, യേശുവേ
യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്. എൻ്റെ യേശുവേ പോലെ സ്നേഹിക്കാൻ ആരുമില്ല, എൻ്റെ യേശുവേ പോലെ കരുതാൻ ആരുമില്ല. യേശുവേ പോലെ യോഗ്യനാൻ ആരുമില്ല. യേശുവേ ആരാധന ഈശോയുടെ ആ ഒരു വലിയ സ്നേഹത്തെ ഓർത്ത് ടോജോ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. തീർച്ചയായിട്ടും ഈ ഒരു ദൈവസ്നേഹം അനുഭവിച്ചതിന് ശേഷമാണ് ടോജോയ്ക്ക് ശരിക്കും കുറേ നല്ല പാട്ടുകൾ ദൈവത്തിന് വേണ്ടിയിട്ട് പാടാനായിട്ട്, ദൈവത്തെ സ്തുതിച്ച് പാടാനായിട്ട് അവസരങ്ങൾ കിട്ടി അല്ലേ? അതെ അതെ. അതുപോലെ തന്നെ ഞാൻ ഓർക്കുന്നു, നമുക്ക് ഒരുപാട് ശുശ്രൂഷകൾ ഓൺലൈനായിട്ട് ദൈവം ചെയ്യുവാനായിട്ട് കൃപ തന്നു. 2011 സിറ്റി പള്ളി, കത്തീഡ്രൽ പള്ളി പോയപ്പം കണ്ട ഒരു സ്വപ്നം അവിടെ തന്നെ നിർത്തി ദൈവം ഒരുപാട് ശുശ്രൂഷകൾക്ക് എന്നെ ഉപയോഗിച്ചു. അതിനെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പാടി സ്തുതിക്കുവാനുള്ള വലിയ കൃപ എനിക്ക് ദൈവം തന്നു. ഓരോ ദിവസവും ഓരോ ശുശ്രൂഷ കഴിയും തോറും എൻ്റെ നാവിലേക്ക് സ്തുതിക്കുവാനുള്ള വലിയ അഭിഷേകം തമ്പുരാൻ തന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഈ തൊണ്ടയുടെ അസുഖമുള്ള രോഗികളുടെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം അവസരം തന്നു. സെൻറ്റ് ബ്ലേസിനെ ഓർത്ത് നന്ദി പറയുന്നു പ്രത്യേകമായിട്ട്. ഇപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല തൊണ്ടരോഗമുള്ളവരുടെയും സകല ത്രോട്ടിൻ്റെ ഇൻഫെക്ഷൻ ഉള്ളവരിലേക്കും സെൻറ്റ് ബ്ലേസിൻ്റെ മധ്യസ്ഥ ശക്തിയിലൂടെ ദൈവത്തിൻ്റെ വലിയ കൃപ ഒഴുകട്ടെ എന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 71 അധ്യായം 23 തിരുവചനം ഇങ്ങനെ പറയുന്നു: ഞാൻ അങ്ങയെ പ്രകീർത്തിക്കുമ്പോൾ എൻ്റെ അധരങ്ങളും അങ്ങ് രക്ഷിച്ച എൻ്റെ ആത്മാവും ആനന്ദം കൊണ്ട് ആർത്ത് വിളിക്കും. ടോജോയുടെ ജീവിതവും നമുക്ക് കാണിച്ചു തരുന്നത് ഈ തിരുവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. നമുക്ക് ചെറിയ ചെറിയ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഈശോയുടെ കരുണയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് ആ തിരുവൻപിൽ ദൈവസ്തുതികൾ അർപ്പിക്കുവാൻ നമുക്കും സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മുലഹൃദയമായി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.